മുല്ലപ്പേനോ അകലെ, പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ, വാനില ചെടിയേ വാനില ചെടിയേ ചെടിയേ വാനോളം വളര്, വാനിലച്ചെടിയേ വാനോളം വളര്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. അവിടെ വായ നോക്കി നിക്കാണ്ട് ലഗേജ് എടുക്കാൻ സഹായിക്കും സിദ്ധുവേ. ആ മാമ ഞാൻ വരണം. അപ്പേ മൊബൈല് ചാർജ് ഇല്ല മോളെ, ഞാൻ ചാർജ് വെച്ചിട്ട് തരാം. പിന്നെ ഒരു ചേട്ടന്മാരെ കൂടെ കളിക്ക്, ഇപ്പൊ നോക്കിയാലും ഫോണ്. നമുക്കും ഇതുപോലെ ഒരു ഫ്യൂച്ചർ വേണ്ടേ? എന്ത് ഒന്നും അറിയാത്ത പോലെ. ഡാ സിദ്ധു, ഡാ വരുന്ന മാമ. പോയിട്ട് വരാവേ. വരണോന്നില്ല. എടേ തറവാട് വിറ്റ് എത്ര കിട്ടും? നമുക്ക് ലോകം ചുറ്റി കാണാൻ പറ്റുമോ? എടാ ഒരു ബൈക്ക് വാങ്ങാനുള്ളതെങ്കിലും കിട്ടുമായിരിക്കും. പോടാ, ഇതിനൊക്കെ നല്ല പൈസയാണ്, അതിലും കൂടുതൽ കാണും. സ്വത്തിന്റെ പാതിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഇപ്പൊ തരും, നോക്കിയിരി. അച്ഛമ്മയെ വളയ്ക്കണം, എന്നിട്ട് വേണം ഓഹരി ചോദിക്കാൻ. അയ്യോ എന്റെ മക്കളെ, വന്നെല്ലാരും. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോ എത്തോ നോക്കിയിരിക്കായിരുന്നു. അച്ഛമ്മയെ കാണാതെ എത്രയായി അല്ലേടാ റോഷ, അർച്ചുവേ. എന്നിട്ട് സുന്ദരി ആയല്ലോ. വരെ വരെ പ്രായം കുറയുവാണല്ലേ? സത്യം. അഞ്ചുമ്മ, ഇതാര്? എന്റെ കുഞ്ഞുമോളോ? അമ്മക്ക് സുഖല്ലേ? എനിക്കെന്താ കുറവ്? സുഖായിരിക്കണു. ആശുപത്രിയിലൊക്കെ ടൈമിന് പോകുന്നുണ്ടോ, അതോ വീട്ടിൽ മടി പിടിച്ചിരിപ്പാണോ? ഇവിടെ എന്നും നേഴ്സ് ഹോം വിസിറ്റിന് വരാറുണ്ട് മോനെ. അതർവ് മോനെ ഏർപ്പാടാക്കിയേ. എത്രണ്ണം പറഞ്ഞ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയി നിക്കുന്നേ. ഇതാവുമ്പോ വന്ന് അവര് നോക്കിട്ട് പോയിക്കോളും. എല്ലാരും എത്തിയോ? എന്നെ അങ്ങോട്ടിന്റെ വീട്ടിൽ. സിദ്ധു, നീ ഇല്ലേ? അച്ഛമ്മയുടെ റൂമിലെ ബൾബ് മാറ്റി കൊടുത്തേ, അതിന് വോൾട്ടേജ് എങ്ങാണ്ടോ കുറഞ്ഞു. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താക്കും? പിന്നെ ഒന്ന് ഭൂതോ? ഞാനും വരാട്ടാ. നീ എങ്കിലും ഉണ്ടല്ലോ മോനെ സിദ്ധു. ആരിത്? അഞ്ജലി മോളോ? അങ്ങ് സൗന്ദര്യം വെച്ചല്ലോ. പുതിയ ലവർ വല്ലതും? അശ്ലീലത പറയുന്നോടാ. എല്ലാരും ഒന്ന് ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുക്ക്. ടൈം ഇത്രയും ആയില്ലേ? കഴിഞ്ഞോ സിദ്ധു? അച്ഛമ്മ സുഖമല്ലേടാ നിനക്ക്? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? എന്താണ് അഞ്ചു മോളുടെ മുഖത്തൊരു വാട്ടം? നമുക്കൊക്കെ വയസ്സായില്ലയോ, എപ്പ വേണേലും തട്ടിപ്പോകാം. കൊറേ തീരാത്ത ആഗ്രഹങ്ങളും ഉണ്ടേ. വളച്ചൊടിക്കാണ്ട് കാര്യം പറവല്ലേ. ആദിത്യ മോനെ ഒന്ന് കാണാനൊരു കൊതി. ആര് പറഞ്ഞടിച്ചു വിടാൻ? അന്നത്തെ കാലം അങ്ങനെയല്ലേ. പ്രേമാണേല് സമ്മതിച്ചു കൊടുക്കാം, പക്ഷെ നസ്രാണി പെണ്ണിനെയൊക്കെ കെട്ടി വരാന്ന് പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയതാ. പക്ഷെ ഇപ്പൊ വല്ലാണ്ട് കേരിക്കുന്നു. എല്ലാം ശരിയാവുന്നേ. അച്ഛമ്മേ, എന്നതാടി? അച്ഛമ്മ ഗുളികയൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചായിരുന്നു. ശരി എന്നാ അച്ഛമ്മ കിടന്നോ? ഞാൻ പോവാ. ഒയ്യോ, ഞാൻ പോവാണേ, സമയം കുറേയേ. ശരി. പാതിരാത്രി അങ്ങോട്ടാ? അല്ല, റൂമിലോട്ട്. നിന്റെ റൂം അങ്ങോട്ടല്ലേ? പോയി കിടന്നുറങ്ങടാ. പോയി. ശരി എന്നാ. ഇവിടെ എല്ലാം എന്റെ കഞ്ഞിലെ പാറ്റാണല്ലോ ദൈവമേ. നിനക്ക് എത്രയാണോ മോനെ പ്രായം? അച്ഛാ, പുറത്തു പോവാണോ? എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ശ്രേയ ബ്രഷ് എടുക്കാൻ മറന്നു. മേടിച്ചോണ്ട് വരാം. പിന്നെ നിന്റെ അമ്മയോട് പറഞ്ഞേരേ ഞാൻ ഇറങ്ങിയെന്ന്. തലവേദനയും മുതുകുവേദനയും ആയിട്ട് കിടപ്പാ. പിന്നെ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞു പോയി പറഞ്ഞാ മതി. അപ്പേ ശരി.
എടാ സിദ്ധുവേ, വളർന്നില്ലയോടാ, ഒന്ന് മാറ്റിപ്പിടി. ഞാനിത് സ്ഥിരമല്ലാട്ടാ, പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വെക്കണ്ട്. പിള്ളേരൊക്കെ ആവുമ്പോ പിന്നെ ബുദ്ധിമുട്ടാ. ഞാനതിന് ചോദിച്ചോ? ഓ, ആരും കണ്ടില്ലല്ലോ അല്ലേ? വല്ല ആവശ്യമുണ്ടോ? ഇവിടെ നിന്ന് ചേച്ചിമാരെ കാണാൻ പറ്റുമോ? നീ എന്തുവാടാ, ആന്റി ലവറോ? അവന് ചെറിയ പിള്ളേരെയൊന്നും പിടിക്കൂല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പോരടാ, ചേച്ചിമാരാകുമ്പോ സീനാണ്. എന്നാ നിനക്ക് ആരോഗ്യ ചേച്ചീനെ നോക്കൂടെ? ഒന്ന് പോടാ, എന്നിട്ടാണ് വീട്ടിലെ ആൾ എന്റെ കൊല വെട്ടാൻ. ഇല്ലെങ്കിൽ നോക്കിയേനെ അല്ലേ? നമ്മളെ ടൈപ്പ് അതൊന്നും അല്ല, കൊഞ്ചം വേറെ ലെവൽ. ബെസ്റ്റ്, അങ്ങ് ഡിസ്ക്രൈബ്. നാളെ വരുന്നു, പോടാ, ഞാൻ നാളെ പറയാം. അയ്യേ പറയടാ വാഴ. മുട്ടോളം മുടി വേണം. ഓഹോ, ചന്തി വരെ ആയിരുന്നു നല്ലത്. കുണ്ടി വരെ മുടി കൊണ്ട് ഒരു കുണ്ടി എങ്ങനെ കാണും? ഞാൻ പറഞ്ഞോട്ടെ? ആ പറയേ. മുട്ടോളം മുടി വേണം, നെറ്റിയിൽ വട്ടപ്പൊട്ട്, ത്രികോണാണേൽ നിനക്ക് പിടിക്കൂലേ? ചുമ്മാ ഇനിയുണ്ടല്ലോ, നീ പറഞ്ഞു. ആ മുട്ടോളം വരെ മുടി, വയസ്സൊരു പ്രശ്നമേ അല്ല. പൊട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇരുന്നോട്ടെ, അത് കേട്. ഞാൻ വീണ്ടും കുറച്ച് ഫീൽ പറയാം. പറ, വി ആർ വെയിറ്റിംഗ്. മുട്ടോളം മുടി, കറുത്ത കാർമേഘം പോലത്തെ കണ്ണ്, മുല്ലപ്പൂ ചൂടിയ കാർ കൂന്തൽ, ചുണ്ടിൽ ചെറിയ പുഞ്ചിരി, ഇറക്കമുള്ള പാവാടയും അതിനൊത്ത കുപ്പായം. അരെ വാ, എന്തൊക്കെയാളുണ്ടായി പാടാ നീ. ഓ, ഇതൊക്കെയാണ് രസം. പോടാ. അർജുനെ, വന്നേ നീ, അച്ഛൻ വിളിക്കുന്നു. ഇതാ വരുന്നു, വാടാ പോവാം. എന്തേ, തൊണ്ടയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ചേടാ, എന്താ നല്ല തെളിപ്പ് കാച്ചുണ്ടാവേ. ഈ നട്ടുച്ച വെയിലത്തോ? തനിക്ക് വയ്യേ? ശരിയല്ലേ? ആരോഗ്യ ഫുഡ് കഴിച്ചായിരുന്നു? എത്രയാ ചേട്ടന്റെ പ്രായം? 26. കണ്ണിന് വല്ല പ്രശ്നം ഇല്ലോ. ചേട്ടന്റെ കൂടെ ചേട്ടന്റെ ഫ്രണ്ടിൽ ഇരുന്നല്ലേ ഞാനും എല്ലാവരും കുറച്ചു മുന്നേ ഒന്ന് കഴിച്ചേ. ഇതെന്ത് കഷ്ടവാ. ചേട്ടന് വഴക്ക് കിട്ടിയോ? ഇതൊക്കെ എന്ത്? അപ്പൊ ഇത് സ്ഥിരവാ? അയ്യോ, ഇങ്ങ വന്ന് ചേട്ടൻ കോലുട്ടേ വാങ്ങിത്തരാം. ആരാണ് പറയല്ലേട്ടാ. അത് പറ്റൂല, അത് ഫൗളാണ്. എന്തോ അവിടെ അന്താശ്രീ കളിക്കുക. എന്നാ ഞാനും ഉണ്ട്. എന്നാ എല്ലാരും വേണം. ഒന്ന് പോയടാ, നമുക്ക് പാടാനൊന്നും അറിയത്തില്ല. കള്ളവാ, അപ്പൊ പറഞ്ഞല്ലോ അമ്മയുടെ പാട്ട് കേട്ട അപ്പം വീണേന്ന്. അത് സത്യമാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നിച്ചങ്ങ് കളിക്കാം. ശരി, എല്ലാരും കളിക്കാം. കേറിക്കോ എല്ലാരും, വല്ലപ്പോഴല്ലേ. ആദ്യം ഞാൻ തുടങ്ങാം. ആരോഗ്യ ചേച്ചി നോക്കുക, നല്ല റൊമാൻറ്റിക് പാട്ട് പാടി. സെറ്റ്. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം, കയ്യിൽ കയ്യും വെച്ച് കാലിൽ കാലും വെച്ച്. മതി ധാരാളം. ഇനി എന്ത് മാമ? വേണ്ടാന്ന് മതി മോനെ, ശരിക്കും പറ്റാനിട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടനെ ചേച്ചി കെട്ടിയത് തന്നെ. അതിനാടി അങ്ങനെ ഒരു ടോക്ക്. അതങ്ങനാ. ചാ അല്ലേ അക്ഷരം? എന്റെ നന്ദു പാടും അത്. പോയേട്ടാ, എനിക്കറിയൂല. പാട് നന്ദുവേ. അതെ പാട്. ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരമുല്ലേ. മതി. അടുത്ത അക്ഷരം ല. അച്ചാറ് പാട്. തരാട്ടാ. ലാലി ലാലി ലാലി. ഓ മതി, എന്ത് ബോറാണ് ഇതൊക്കെ കേട്ട് മടുത്തമാണ്. ഇങ്ങേരതെന്ത് വീണ്ടും ലാസ്റ്റ് അക്ഷരം ല. ആരോ ചേച്ചി പാട്. ഞാനോ? ആന്നേ. റെക്കോർഡ് ചെയ്യട്ട്, എന്റെ പെണ്ണ് പാട്ട് പാടാൻ പോണ്. നിന്റെ ചേട്ടൻ എന്താ ഇപ്പോഴാണ് അത് മനസ്സിലായേ. അരെ വാ, എന്താ ഋതം. അപ്പൊ ഈ പാട്ടൊക്കെ ഇങ്ങനെ ഇത് കേട്ട് മടുത്തതല്ലേ? മനസ്സിലായില്ലേ? നീ തുപ്പിയാൽ തുപ്പലും ആരോ ചേച്ചി തുപ്പിയാൽ അങ്ങേർക്ക് അത് പവിഴ മുത്തമാണ്. ദിസ് ഇസ് കോൾഡ് പ്രാക്ടിക്കലി വ്യത്യാസം.
മനസ്സിലായ? ഇങ്ങനെ നമ്മുടെ ഒന്ന് വേടിക്കും, ഉറപ്പാ പ്രേമഭ്രാന്തൻ. മതി മതി, കൊറേ ആയില്ല. എല്ലാരും പോയി കിടന്നുറങ്ങിയേ. നാളെ വൈകിട്ട് നമുക്ക് ഇറങ്ങാനുള്ളതാണ്, ആരും മറക്കണ്ട. ഞാൻ 2 ആഴ്ച കഴിഞ്ഞു വരാം. നീ അവിടെ ഇല്ലെങ്കിൽ ആരാ വീട്ടിലെ കാര്യം നോക്കുക? സാരമില്ല കേട്ടാ, 2 ആഴ്ചയല്ലേ, അർജുൻ ഉണ്ടല്ലോ. ശരി, സന്തോഷായില്ലേ തെങ്കമണിയും? ചെറുക്കട്ടെ, പോടാ. ലീവ് കിട്ടാത്തോണ്ട അമ്മേ. മനസ്സിലാവും, അതൊന്നും കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഒരു 3 ദിവസം കൂടെ നിക്കാം. ഞാൻ മാത്രം, അത് നല്ലതാ. മതി മതി, സമയം 11:30 എല്ലാരും കിടന്നേ. വന്ന് ഇച്ചു അച്ചു തുമ്പി എലിക്കുഞ്ഞുങ്ങളെ വിളിക്കും പോലാണ്. പോയി കിടന്നുറങ്ങടാ. ദേ പോയി. നിന്നോടിന് പ്രത്യേകം പറയണോ? ഞാൻ പോയി. കുഞ്ഞാ കുഞ്ഞാ, എനിക്ക് കുഞ്ഞാ 5 മിനിറ്റും കൂടെ. എണീക്കടാ, അച്ഛൻ പുറത്തു പോകുന്നു. നീ ഒന്ന് പറമ്പിൽ പോയി തേങ്ങ പറകിക്കേ, എല്ലാം അടർത്തി ഇട്ടിട്ടുണ്ട്. വേണേലേ നീ അച്ഛനെ കൂടെ വിളിച്ചോ. എന്ത് കഷ്ടമായത്. കിടന്ന് ചിണുങ്ങളെ എനിക്ക് വെറുക്കാ. സിദ്ധേട്ടനെ വിളിച്ചുകൂടായിരുന്നു? അവനാണ് തേങ്ങ മൊത്തം അടർത്തിയിട്ടേ. എണീച്ചു പോയി പല്ല് തേക്കടാ. ഇവനെന്ത് മടിയാണ്. ആ എണീറ്റാ, ചായ വേണോടാ? കട്ടനോ? പാൽ ചായ ഇല്ലേ? പാല് ഇറങ്ങി. പാല് കൊണ്ട് വന്നില്ല, വരുമ്പോ തരാം. ഓക്കേ. ചേട്ടൻ ഉറയും കൂടായിരുന്നു, എന്തിനാ നേരത്തേക്ക് എഴുന്നേറ്റ്? നീ എന്തിനാ കാലത്ത് കെട്ടിയെടുത്തേ? അച്ഛൻ അടിച്ചെണീപ്പിച്ചതാ. ആ അതന്നെ എനിക്കും പറയുള്ളേ. ഓ മൈ ഡാഡി കോൾഡ് യു? ഏയ് മാമനല്ല, മൈ ഡാഡി കോൾഡ് വിളിക്കൽ മീ. സോ സാഡ്. സെയിം ടു യു. അച്ഛമ്മേ, കാലത്ത് ഏത് കോഴയായി കിടന്ന് കൂവുന്നേ? കിളിയാടാ, കോഴിയല്ല. എന്തായാലും വരാന്തയെ പാലും കൊണ്ട് വന്നതാ, പോയി വാങ്ങുവോ? ഞാനോ? ആർക്കാ പാലിട്ട ചായ വേണ്ടത്? എനിക്ക്. ആ എന്നാ പോയി മേടിച്ചോ. കഷ്ടമുണ്ട്. പോടാ പോടാ. ഓ പോണ്. എന്തോ സമാധാനം പണിയെടുത്തപ്പോ. പരിപ്പോടെ കൂടെ ഉണ്ടായിരുന്നീ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് പണി കൊടുത്തില്ല, എന്റെ പേര് രോഹനല്ല. ആരും ഇല്ലേ? കിടന്ന് കാറണ്ട, ദാ വരും. ആദ്യത്തെ നോട്ടം ഓള തട്ടുവിട്ട് കഴിഞ്ഞ എന്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. ഇക്ക ഞാനോ? ഇതാ പാല്. അച്ഛമ്മയോട് പറയണേ, അളവ് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പറയാലോ. കൊച്ചാണെന്നും പാല് കൊണ്ടുവരുന്നേ, എന്നിവരെ കണ്ടിട്ടില്ല. പുതിയ അയൽവക്കക്കാരാ? ഓ ശരി എന്നാ. എന്താടാ അടിക്കാണോ നീ? ഞാനും ചേട്ടൻ്റെ കൂടെ 2 ആഴ്ച നിക്കുവാ. 2 ആഴ്ചയോ? എന്താ പുതിയ ശീലങ്ങളൊക്കെ? സിദ്ധുവേട്ടൻ ഒറ്റയ്ക്കല്ലേ? അച്ഛമ്മയും കൃഷ്ണ വല്യേച്ചനും മനുഷ്യന്മാരല്ലേ? നീ ഇല്ലാണ്ട് എനിക്ക് ഉറക്കം വരൂല. നീ നിക്കണ്ട. എന്തുവാ? സിനിമ പോ, റെഡിയാവ്, നമുക്ക് ഇറങ്ങാനുള്ളതാ. മോഹഭംഗ മനസ്സിലെ സാരമില്ല പോട്ട്. എന്റെ തട്ടത്തിൻ മറയത് സ്റ്റാർട്ടാവും മുമ്പേ എന്തായി? ഇറങ്ങാം. അല്ല തുമ്പിയും ഇതും അവിടെ? ഓ തുമ്പിയും കൊണ്ട് ഉള്ളി പോയി, കൊച്ചിന് വയ്യാന്ന്. എല്ലായിടത്തും വെച്ചിട്ടുണ്ടേ മാമ. ആടാ മോനെ, എത്തിയിട്ട് വിളിക്ക് കേട്ടോ. ആടാ. നല്ല വിഷമുണ്ടല്ലേ? പോടാ. എടാ രോഹ, ഏട്ടനെ നോക്കടാ. നീ എന്തിനാ അണ്ടി പോയ പോലെ ഇരിക്കുന്നേ? നിനക്കത് മനസ്സിലാവില്ലടാ. കണ്ണை விட்டு கண்ணம் பட்டு எங்கு போனா? ഓ ആരാ കേട്ടാ? ഇറങ്ങാം. അല്ല തുമ്പിയോ? അത് അവളെ വലിയ കൊച്ചായി. ആരാ കേട്ടാ? ഇൻസ്ട്രക്ഷൻ. തുമ്പി തുമ്പി? തുമ്പി
എന്നാ തുമ്പിക്ക്? ആർക്കറിയാം. സിദ്ധു ഏട്ടന് കോറസ് ഇട്ടയാ. പൊട്ടന്മാരെ, തുമ്പി ഇപ്പൊ വലിയ പെണ്ണായി എന്ന് മെൻസ്ട്രക്ഷൻ തുടങ്ങി. സോ നമ്മൾ ഇനി ചടങ്ങുകളൊക്കെ കഴിഞ്ഞേ പോകുന്നുള്ളൂ. റിയലി? യോ ഇവരാണ് പ്രായം അറിഞ്ഞ്. കണ്ടിട്ട് സംതിങ് ഫിഷ്. എടാ സിദ്ധു, ലഗേജ് എടുത്ത് വീട്ടിൽ വെച്ചേ. ഞാനോ? എടുത്ത് വെക്ക്, ഇന്ന് വേറെ പണികളുണ്ട്. പോട്ട് ചേട്ടാ, ഞാൻ ഹെൽപ്പാ. ശരിക്കും? ഞാൻ അല്ലാണ്ട് പിന്നെ ആര്? വല്ലാതെ വാടല്ലേ പൂവേ. ആൾക്കാരെ വിളിക്കണ്ടേ? എല്ലാവരും വിളിക്കണോ ഏട്ടാ? പിന്നെ വേണ്ടേ? ഞാൻ എല്ലാവരെയും വിളിച്ചറിയിക്കാം. ഫുഡിന്റെ കാര്യം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാ പോരെ? ഇത്ര പെട്ടെന്നെല്ലാം ചെയ്യണത് ബുദ്ധിമുട്ടല്ലേ അച്ചൂമ്മേ? നമുക്ക് കാറ്ററിംഗുകാരെ വിളിക്കാം. ആരൊക്കെയാ വിളിക്കേണ്ടേ? മാമ എന്നാടാ, നമുക്ക് ആദ്യ മാമനെയും വിളിച്ചാലോ? സിദ്ധു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ മാത്രം നീ വളർന്നിട്ടില്ല. അഞ്ചുമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പിന്നെന്താ? സത്യമാണോ അമ്മേ? പിന്നെ കൊറേ ആയില്ലേ? അപ്പോ കണക്കൊക്കെ മാറിയോ? എനിക്ക് ആരോടും കണക്കൊന്നുമില്ല. അപ്പോഴത്തെ ഒരു ഇതില് ശരിക്കും എന്താ പ്രശ്നം എന്ന് നിനക്കറിയാം? അത് വേറെ ഒന്നുമല്ല, ആദ്യം പ്രേമിച്ചോടിയാ കിട്ടിയേ. അതിനാണോ? അതല്ല വിഷയം. ആള് വേറെ ജാതി, മതം, ഇന്റർകാസ്റ്റ് മാരേജ്. ക്രിസ്ത്യനാണ് മാമി. എന്റെ ജീവിതം കൊഞ്ഞോട്ടേ ആവോ. എന്ത്? പക്ഷെ ശരിക്കുള്ള പ്രശ്നം അതല്ല. മാമൻ ചുമ്മാ തീ. കെട്ടു മുമ്പേ മാമി പ്രഗ്നന്റ് ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കള്ള ചെറിയച്ഛൻ. അല്ല, നീരൊക്കെ എങ്ങനെ പറഞ്ഞു? ഏട്ടൻ വീര്. അല്ലേല് സിദ്ധുവേട്ടൻ പൊളിയാ. നിനക്ക് സിദ്ധുപുരാണം കൂടുന്നുണ്ട്. എടുത്തോളാം കേട്ടാ. ഹലോ എടാ, ഞാൻ ആരവാ സംസാരിക്കുന്നേ? ഏട്ടാ, അവൻ എന്തു പറഞ്ഞു? അവൻ നാളെ കാലത്തെത്തൂന്നാ പറഞ്ഞേ. ഞാൻ പൊളിക്കും. എങ്ങോട്ടാ മോനെ നീ? പാല് മേടിക്കാൻ. വട്ടായോ ഈ കൊച്ചിന്? ഇവനെന്താ കാലത്തെ? ആർക്കറിയാ? കാക്ക മലർന്നു പറക്കോ? ഇവളെന്താ വരാത്തെ? ഇനി വരില്ലേ? അച്ഛമ്മേ, എന്താ പാല്? അല്ല, പേര്. എന്നാ പേര്? ഫാത്തിമ. ശരി എന്നാ. പാത്തു പോയോടാ? പോയി. ഓളെന്റെ കൽവും കൊണ്ടുപോയി. എന്നാന്ന്? അല്ല, പാല് തന്നിട്ട് പോയെന്നു. കണ്ടുപിടിക്കണുണ്ട്. കളക്ഷൻ ഒന്നും പോരാ. എന്നാ? അച്ഛമ്മയുടെ മരുന്ന് പോയി മേടിച്ചോണ്ട് വാ. പോ. എനിക്കൊന്നും വയ്യ. പോയി മേടിച്ചോണ്ട് വാടാ. എനിക്ക് പറ്റൂലെന്ന്. എന്താ അവിടെ? അച്ഛമ്മയുടെ മരുന്ന് വാങ്ങേ. ഇനി ഇറങ്ങണ്ട, ഞാൻ നാളെ മേടിച്ചോണ്ട് വരാം. നിന്റെ മാമൻ എത്താറായെന്ന് പറഞ്ഞു. മാമൻ? ആ, അതന്നെ. അമ്മേ, അവരെത്തി. Hello, my Indian family peoples. I am here. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബില് തുന്നിയതാരേ. ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലിന്റെ കിനാവ് കിലോക്കിയ ഹാലേ.